ലോകത്തിലെ മുൻനിര വ്യവസായിയും അതിലുപരി മനുഷ്യസ്നേഹിയുമായ എം.എ. യൂസഫ് അലി വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് നൽകുന്ന സൗകര്യത്തിലായാലും ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗകര്യത്തിലായാലും മികച്ച ക്വാളിറ്റി ഉറപ്പാക്കുന്ന യൂസഫ് അലി അതേ ക്വാളിറ്റി തന്നെ വ്യക്തിജീവിതത്തിലും ഉറപ്പാക്കാറുണ്ട്. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ, വാച്ച്, ചെരുപ്പ് തുടങ്ങിയവ മിക്കപ്പോഴും ചർച്ചയാകാറുമുണ്ട്. ഇപ്പോഴിതാ യാത്രയ്ക്കായി അദ്ദേഹം സ്വന്തമാക്കിയ പുത്തൻ ജെറ്റിന്റെ വിശേഷങ്ങളും വൈറലാവുകയാണ്. ആഡംബരപൂർണമായ ഗൾഫ് സ്ട്രീം G600 പ്രൈവറ്റ് ജെറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. T7YMA രജിസ്ട്രേഷൻ നമ്പറുള്ള പ്രൈവറ്റ് ജെറ്റ് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജെറ്റ് സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. മാത്രമല്ല, ഇന്ത്യയിലെ ചുരുക്കം ചില ബിസിനസ് മാഗ്നറ്റുകൾക്ക് മാത്രമേ ഇത് സ്വന്തമായുള്ളൂ. 6600 നോട്ടിക്കൽ മൈൽ റേഞ്ചും മണിക്കൂറിൽ 982 കിലോമീറ്റർ വേഗതയുമുള്ള ഈ ഹൈ എൻഡ് ജെറ്റ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. വിമാനത്തിന് 96.1 അടി നീളവും 25.3 അടി ഉയരവും 94.2 അടി നീളമുള്ള ചിറകുകളുമാണുള്ളത്. അകത്ത് 51.2 അടി നീളവും 7.6 അടി വീതിയും 6.2 അടി ഉയരവുമുള്ള ക്യാബിൻ സുഖകരമായ യാത്രയ്ക്ക് വിശാലമായ ഇടവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വലിയ റൺവേ നീളമാണ് ഗൾഫ് സ്ട്രീം G600 പ്രവർത്തനത്തിന് ആവശ്യമുള്ളത്. ടേക്ക് ഓഫിന് 5700 അടിയും ലാൻഡിങ്ങിന് 3100 അടിയും ഈ ജെറ്റിന് ആവശ്യമാണ്. കൂടാതെ പരമാവധി ടേക്ക് ഓഫ് ഭാരശേഷി 94,600 പൗണ്ടും പരമാവധി ലാൻഡിംഗ് ഭാരം 76,800 പൗണ്ടുമാണ്. 19 യാത്രക്കാരെ വരെ വഹിക്കാനുള്ള ശേഷിയാണ് ഗൾഫ് സ്ട്രീം A600 ജെറ്റിനുള്ളത്. വിമാനത്തിൽ 10 പേർക്ക് വരെ ഉറങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2019 ആദ്യ വിൽപ്പനയ്ക്ക് ശേഷം ഈ ആഡംബര ജെറ്റിന്റെ 100-ലധികം യൂണിറ്റുകൾ നിലവിൽ വിറ്റഴിച്ചിട്ടുണ്ട്. ജോർജിയയിലെ സവന്നയിൽ നിന്ന് ജനീവയിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് 7.21 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കുക എന്ന റെക്കോർഡ് കൈവരിച്ച അസാധാരണ ശേഷിയുള്ള വിമാനമാണ് G600. ന്യൂയോർക്കിൽ നിന്ന് ദുബായ്, ലണ്ടനിൽ നിന്ന് ബെയ്ജിംഗ് പോലുള്ള പ്രധാന ആഗോള ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പ് സർവീസ് നടത്താൻ സാധിക്കുന്ന പ്രകടനക്ഷമതയുള്ള ജെറ്റാണ് ഗൾഫ് സ്ട്രീം G600. യൂസഫ് അലിയുടെ പ്രവാസ ജീവിതത്തിന് 2023 ഡിസംബർ 1 50 വർഷം പൂർത്തിയായിരുന്നു. 1955 നവംബർ 15 തൃശൂർ നാട്ടികയിൽ ജനിച്ച യൂസഫ് അലി തൻ്റെ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് കാലം ചെലവഴിച്ച പ്രവാസ ലോകത്തിനാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പ്രചോദനവുമാണ്. പുതിയ തലമുറയ്ക്ക് മുന്നിൽ തുറന്നു വെച്ച പാഠപുസ്തകവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. 43 രാജ്യങ്ങളിൽ നിന്നുള്ള 65,000-ൽ പരം പേർക്ക് തൊഴിൽ നൽകുന്ന മനുഷ്യൻ എന്ന നിലയിൽ അത്രയോ അതിലേറെയോ കുടുംബങ്ങളുടെ നാഥൻ കൂടിയായി മാറുകയാണ് അദ്ദേഹം. അതിനൊപ്പം തന്നെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ രക്ഷാധികാരി കൂടിയാണ് യൂസഫ് അലി. അതിലാകട്ടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വിഷയമാക്കാറുമില്ല. എല്ലാവർക്കും പൊതുസ്വീകാര്യനാവുന്ന തണൽമരമാണ് അദ്ദേഹം. UAE എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒരു പുതുവർഷത്തല്ലിനാണ് തൃശൂർ നാട്ടികയിലെ മുസലിയം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന 18-കാരൻ ദുബായിലെ റാഷിദ് തുറമുഖത്ത് കപ്പലിറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1973 ഡിസംബർ 31. ഗൾഫിൻ്റെയോ UAEയുടെയോ ഇന്നത്തെ പളപളപ്പോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലമായിരുന്നു അന്ന്. മരുഭൂമിയെ പകുത്തു നിർമ്മിച്ച സാധാരണ റോഡുകളും ഇരുനില കെട്ടിടങ്ങളും മാത്രമുള്ള സാധാരണ നാട്. 7 നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഐക്യ അറബ് നാട് അഥവാ UAE എന്ന രാജ്യത്തിൻ്റെ ആദ്യ വർഷങ്ങളായിരുന്നു അത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും കടുത്ത ചൂടിനെയും പ്രതിരോധിക്കാനുള്ള എയർ കണ്ടീഷണറുകൾ പോലും അപൂർവമായിരുന്ന കാലം. രാജ്യതലസ്ഥാനമായ അബുദാബിയിൽ ബിസിനസ്സുകാരനായ അമ്മാവൻ MK അബ്ദുള്ളയുടെ സഹായിയാണ് ആ 18-കാരൻ ആദ്യമായി പ്രവാസിയായി എത്തുന്നത്. അതൊരു ബിസിനസ് സാമ്രാജ്യം നിർമ്മിക്കുവാനും പലതും സ്വന്തമാക്കാനുള്ള രാജാവിൻ്റെ വരവായി ആരും കരുതിയില്ല. അതിവേഗം ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത യൂസഫ് അലി വൈകാതെ ബിസിനസ് രംഗത്ത് സ്വന്തമായി ഒരു പാത തന്നെ വെട്ടി തുറക്കുകയും ചെയ്തു. ആ ശ്രമം ഇന്ന് യൂസഫ് അലിക്ക് നിരവധി സ്ഥാനമാനങ്ങൾ നൽകി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മലയാളി എന്നത് തന്നെ അതിൽ പ്രധാനമാണ്. 2023 ഫോബ്സ് പട്ടിക അനുസരിച്ച് $6.9 ബില്യൺ ആസ്തിയുള്ള എം.എ. യൂസഫ് അലി ഇന്ത്യക്കാരനായ ധനികരിൽ 27-ാം സ്ഥാനത്തുണ്ട്. അമ്മാവൻ MK അബ്ദുള്ളയുടെ അനുഗ്രാശിസുകളുമായി യൂസഫ് അലി വിദേശ നാടുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വ്യാപാരം നടത്തുന്നതിൻ്റെ സാധ്യതകൾ വേഗം തിരിച്ചറിയുകയായിരുന്നു. ആ മേഖലയിലേക്ക് കടന്നുയർന്ന യൂസഫ് അലി ലുലു ഹൈപ്പർ മാർക്കറ്റുകൾക്ക് UAEയിൽ തുടക്കം കുറിച്ചു. ലുലു ഇന്റർനാഷണലിൻ്റെയും ലുലു ഗ്രൂപ്പിൻ്റെയും വളർച്ചയുടെ ആദ്യഘട്ടം ഇവിടെ തുടങ്ങുകയായി. 80കളുടെ അവസാനവും 90കളുടെ തുടക്കത്തിലുമായിരുന്നു ഹൈപ്പർ മാർക്കറ്റുകളുമായി യൂസഫ് അലി ലുലുവിൻ്റെ വ്യാപാര ശൃംഖലയ്ക്ക് തുടക്കമിടുന്നത്. ഇതേ കാലത്താണ് ഗൾഫ് നാടുകളെ പിടിച്ചു കുലുക്കിയ മറ്റൊരു സംഭവവികാസം അരങ്ങേറുന്നത്.
സദ്ദാം ഹുസൈൻ എന്ന ഇറാഖ് ഭരണാധികാരി കുവൈറ്റിനെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന സമയം. സദ്ദാമിന്റെ കുവൈറ്റ് അധിനിവേശം, ഗൾഫ് യുദ്ധം എന്ന പേരിൽ മേഖലയുടെ സമാധാനം തകർത്ത നാളുകളായിരുന്നു പിന്നീട്. സമ്പന്നമായ കുവൈറ്റിനെ ഇറാഖ് സൈന്യം ആക്രമിച്ചപ്പോൾ സദ്ദാമിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സഖ്യത്തിൽ 42 രാജ്യങ്ങളാണ് അണിനിരന്നത്. ഇതിലേറെയും ഇസ്ലാമിക അറബ് രാജ്യങ്ങളായിരുന്നു. 1900 ഓഗസ്റ്റ് 2 മുതൽ 1991 ഫെബ്രുവരി 28 വരെ നീണ്ട ഗൾഫ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എല്ലാ ഗൾഫ് നാടുകളിലും പ്രതിഫലിക്കുകയുണ്ടായി. വാണിജ്യരംഗം ക്ഷീണിച്ചു. ഗൾഫ് നാടുകൾ തമ്മിലുള്ള വ്യാപാരങ്ങളും തളർന്നു. ഗൾഫ് മേഖലയിലെ ഇനി സുരക്ഷിതമായിരിക്കില്ല എന്ന് കരുതി നിരവധി സമ്പന്ന ബിസിനസ് ഗ്രൂപ്പുകൾ എല്ലാം അവസാനിപ്പിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങുന്ന കാലം കൂടിയായിരുന്നു ഇത്. എന്നാൽ പലരും മടങ്ങിപ്പോകുന്നതിനിടയിലാണ് യുവാവായ യൂസഫ് അലി ഹൈപ്പർ മാർക്കറ്റുകളുമായി UAE-യിൽ ചലനം സൃഷ്ടിക്കുന്നത്. UAE ഭരണാധികാരികൾ ഇത് സസൂക്ഷ്മം വീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. പലരും അപകടം മണത്ത് സ്ഥലം വിടുമ്പോൾ കൂടുതൽ നിക്ഷേപം നടത്താനൊരുങ്ങിയ യൂസഫ് അലിയുടെ ധൈര്യം UAE-യിലെ രാജകുടുംബാംഗങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പലരും ഇക്കാര്യം യൂസഫ് അലിയോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അതിന് അദ്ദേഹം നൽകിയ മറുപടി UAE ഭരണ നേതൃത്വത്തെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ശേഷിയുള്ള ഭരണ നേതൃത്വമാണ് UAE-യെ നയിക്കുന്നത്. എനിക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പ്രയാസമുള്ള ദിനങ്ങൾ വിജയകരമായി മറികടക്കാൻ അവരുടെ നേതൃശേഷിക്കും ഇച്ഛാശക്തിക്കും കഴിയും. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ രാജ്യം വിട്ടുപോയാൽ അത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാവും. എന്ത് സംഭവിച്ചാലും ഞാൻ ഈ രാജ്യത്തിനൊപ്പം ഉണ്ടാകും. ഇവിടെ തന്നെ ബിസിനസ് നടത്തും. അതൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു. UAE-യിലെ എല്ലാ എമിറേറ്റുകളിലെയും രാജകുടുംബാംഗങ്ങൾക്ക് ഒരു വിദേശിയുടെ ഈ സമീപനം വലിയ ആവേശം നൽകുകയാണ് ചെയ്തത്. യൂസഫ് അലി എന്ന മലയാളിക്ക്, വ്യവസായിക്ക് ഇന്ന് ഗൾഫ് നാടുകളിലെ ഭരണാധികാരികൾ നൽകി വരുന്ന സ്നേഹത്തിനും ആദരവിനും അടിസ്ഥാനം പ്രതിസന്ധി ഘട്ടത്തിൽ താൻ കുടിയേറിയ രാജ്യത്തോട് അദ്ദേഹം കാണിച്ച ആ പ്രതിബദ്ധത കൂടി ഒരു വലിയ ഘടകമായിട്ടുണ്ട്. ലുലു ഇന്റർനാഷണൽ എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ അധിപൻ മാത്രമല്ല ഇന്ന് യൂസഫ് അലി. നിരവധി വിദേശ നാടുകളിലെ ലുലുവിന്റെ സാന്നിധ്യം ഒരു ഭാഗത്ത്. ലോക നേതാക്കളിൽ പലരുടെയും അടുത്ത സുഹൃത്ത് എന്ന വിശേഷണം മറ്റൊരു ബഹുമതി. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇന്ന് യൂസഫ് അലിയോളം മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു മലയാളി തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. വിദേശ നാട്ടിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാരന്റെ മോചനം മുതൽ ഇന്ന് കേരളക്കരയിലെ വിദൂര ഗ്രാമത്തിൽ ക്ലേശമനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരിലേക്ക് വരെ യൂസഫ് അലിയുടെ സഹായഹസ്തം നീളിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങ് 2024 എത്തി നിൽക്കുമ്പോഴും സമ്പന്നനായ മലയാളി എന്ന റെക്കോർഡ് മുറുകെ പിടിച്ചിരിക്കുകയാണ് MA യൂസഫ് അലി. അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം $7.6 ബില്യൺ. ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ പട്ടിക എടുത്താൽ അതിൽ യൂസഫ് അലി വമ്പൻ മുന്നേറ്റമാണ് ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 497 സ്ഥാനത്ത് നിന്നും ഇത്തവണ 100-ലധികം സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 344-ാം സ്ഥാനത്തേക്കാണ് യൂസഫ് അലി ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ തിരുവനന്തപുരം അദാനി ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലെയും നെടുനായകത്വം വഹിച്ച് മലയാളിയുടെ ആകാശയാത്രയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിൽ MA യൂസഫ് അലി എന്ന 68-കാരൻ്റെ ഇച്ഛാശക്തിക്കും അർപ്പണബോധത്തിനും വലിയ പങ്കാണുള്ളത്.